അല്ല, ഈ എൻ പ്രശാന്തിന്റെ കേസിൽ രാഹുൽ പറയുന്നതിൻ്റെ അകത്തുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. രാഹുൽ, നിങ്ങൾ പറയുന്നതിൻ്റെ അകത്ത് കുറേ പ്രശ്നങ്ങളുണ്ട്. അതായത് കോഴിക്കോട് കളക്ടർ ആയിരുന്ന സമയത്താണ് അദ്ദേഹം ഫേസ്ബുക്കിലൂടെയൊക്കെ വളരെ പോപ്പുലർ ആയിരുന്നത്. എൻ്റെയും വളരെ അടുത്ത സുഹൃത്ത് തന്നെയാണ് അദ്ദേഹം. ആ സമയത്ത് MK രാഘവനെതിരെ അദ്ദേഹം പറഞ്ഞതും അന്നും ഭരിച്ചിരുന്നത് കേരളത്തിൽ പിണറായി വിജയൻ തന്നെയായിരുന്നു. ഒരു ഡിസിപ്ലിൻ റിയാക്ഷൻ ഉണ്ടായിട്ടില്ല. പിന്നെ അദ്ദേഹം അൽഫോൻസ് കണ്ണന്താനം സെക്രട്ടറി ആയിരുന്നു. എന്തായിരുന്നു ഫേസ്ബുക്കിൽ എഴുതിയെന്ന് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അൽഫോൻസ് കണ്ണന്താനത്തിനെ പറ്റിയിട്ട് ഒരു ബാങ്കിന്റെ മാനേജർ രാത്രി വന്നിട്ട് കാശ് മോഷ്ടിക്കുന്നത് സെക്യൂരിറ്റിക്കാരൻ കാണുന്നു, ഇനി സെക്യൂരിറ്റിക്കാരൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് തിരികെ വന്നതാണ്. കേന്ദ്രത്തിൽ അയാൾക്കെതിരെ ഡിസിപ്ലിൻ റിയാക്ഷൻ ഉണ്ടായിട്ടില്ല. അതിനുശേഷമാണ് മാതൃഭൂമിയിലെ റിപ്പോർട്ടർ, മാതൃഭൂമിയാണെന്ന് നാം വിചാരിക്കുന്നത്, അവർക്കെതിരെ അശ്ലീല കമന്റ് വരുത്തിയെന്ന് പറഞ്ഞിട്ട് അതിൽ അന്വേഷണ റിപ്പോർട്ടിൽ ഇദ്ദേഹത്തിനെതിരെ നടപടി എടുക്കാമായിരുന്നതാണ്. അന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയായിരുന്നു, നിലപാട് എടുത്തിട്ടില്ല. ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷന്റെ MD ആയിരുന്ന ഒരാൾ ക്യാബിനറ്റിനെയോ മന്ത്രിയുടെയോ അറിവില്ലാതെ ഡീപ് സീ ഫിഷിങ്ങിന് വേണ്ടിയിട്ടുള്ള എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നു. ഒരു തരത്തിലും ഇൻലാൻഡ് നാവിഗേഷൻ എന്ന് പറഞ്ഞാൽ പുഴയിലൂടെയും കായലിലൂടെയൊക്കെ ഓടിക്കാനുള്ള സാധനമാണ്. ഡീപ് സീ നാവിഗേഷനായിട്ട് ഒരു ബന്ധമില്ല. അന്നും നിങ്ങൾ ഈ പറഞ്ഞതുപോലുള്ള നിലപാടെടുക്കാമായിരുന്നു, എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ പ്രശാന്തിനെ കണ്ടത് എവിടെയാണ്? മോൺസൺ അശ്ലീലം മറ്റൊരു ആംഗിൾ ഉള്ളതാണ്. അശ്ലീലത്തിന് അദ്ദേഹത്തിന്റെ ഭാര്യ കൃത്യമായി മറുപടി നൽകിയിട്ടുണ്ട്. അതൊരു മീമായിരുന്നു. അതുകൊണ്ട് അശ്ലീലം ഇതിലേക്ക് കൊണ്ടുവരുന്നത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് തർക്കിക്കാം. രാഹുൽ ഈശ്വർ ഒരാളോട് വൃത്തികേട് പറഞ്ഞാൽ ആ പറഞ്ഞത് വൃത്തികേടല്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് രാഹുലിന്റെ ഭാര്യ അല്ല തരേണ്ടതെന്ന് മാത്രം ഞാൻ പറയട്ടെ. ഞാൻ പറഞ്ഞാലും ഇത് നിങ്ങൾ എന്തിനാ വീട്ടിലെ ഭാര്യനെയും ഭർത്താവിനെയും വെച്ച് ഇത്തരം കാര്യങ്ങൾ സ്കോർ ചെയ്യുന്നത്, സെറ്റിൽ ചെയ്ത് എവിടുത്തെ ന്യായമാണിത്? ശരിയല്ലല്ലോ, അയാളുടെ ഭാര്യ അല്ലല്ലോ പറയേണ്ടത്. എന്തോ ആവട്ടെ, അതിൽ നടത്തിയ അന്വേഷണത്തിൽ ഇദ്ദേഹം മോശമായ കാര്യം ചെയ്തു എന്നായിരുന്നു ഫൈൻഡിങ്. വേണമെങ്കിൽ സർക്കാരിന് നിങ്ങൾ പറയുന്ന പോലെ പ്രശാന്തിനോട് ദേഷ്യമുണ്ടായിരുന്നുവെങ്കിൽ അതിന്റെ പേരിൽ നടപടി എടുക്കാമായിരുന്നു. നടപടി എടുത്തിരുന്നില്ല. ഇപ്പൊ നടപടി ഉണ്ടായിട്ടുള്ളത് ഒരു കാരണവശാലും അയാൾ ഗവൺമെന്റിനെ പ്രശ്നമാക്കിയതുകൊണ്ടെന്നല്ല, ഇവർ തമ്മിലുള്ള കാര്യങ്ങളിലുമാണ്. ഇപ്പോ നിലവിൽ പ്രശാന്ത് സസ്പെൻഡ് ചെയ്യപ്പെട്ട് പുറത്തു നിൽക്കുന്ന ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹമാണ് തീരുമാനിക്കുന്നത് എങ്ങനെ ആര് നടത്തണം, എങ്ങനെ വിചാരണ നടത്തണം എന്നുള്ളത്. അതും നിരന്തരം ഈ സിസ്റ്റത്തെ കളിയാക്കിക്കൊണ്ടാണ്. ഒരു സിവിൽ സർവീസ് എന്നുള്ള രീതിയിൽ അദ്ദേഹം ചെയ്യുന്നത് ഇവിടുത്തെ ബ്യൂറോക്രസിയെ മൊത്തം ഡിസ്റപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് അദ്ദേഹം സ്വന്തം ചെയ്യുന്നതാണോ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് ചെയ്യുന്നതാണോ എന്നുള്ളതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് കാണാനുള്ളത്.